രാജാവേ, ആ കാണുന്നവൻ അങ്ങയുടെ സീറ്റിലായിരിക്കുന്നേ. ഞാൻ അവന്റെ അടുക്ക് ചെന്നിട്ടിപ്പോ പറയാം, അങ്ങ് രാജവംശത്തിൽ പിറന്നവനാണെന്നും ഈ സീറ്റ് അങ്ങയുടേതാണെന്നും. അതൊന്നും സാരമില്ല, ഞാൻ ഇവിടെ ഇരുന്നു കൊള്ളാം. നീ നിന്റെ സീറ്റിൽ പോയി ഇരിക്കാൻ നോക്ക്. സർ, താങ്കൾക്ക് എന്താണ് കഴിക്കാൻ വേണ്ടത്? എനിക്ക് നല്ല ചൂടുള്ള സമൂസകൾ തരൂ. സമൂസ ഇവിടെ ഇല്ല സർ. എന്ത്? എന്താ പറഞ്ഞ? സമൂസ ഇല്ലെന്നോ? എനിക്ക് സമൂസ വേണം, സമൂസ തന്നെ വേണം, അതും നല്ല ചൂടോടെ. ഇനി സമൂസ തന്നില്ലെങ്കിൽ ഞാൻ ചെന്ന് കംപ്ലൈന്റ് ചെയ്യും. എന്നിട്ട് ഈ എയർലൈൻസിന് അടച്ച് പൂട്ടിക്കും ഞാൻ. എന്റെ പൊന്നു മോട്ടോ, നമുക്ക് ഈ ടിക്കറ്റ് ലക്കി ഡ്രോയിൽ കിട്ടിയതാണ്. അതില് 2 രാത്രിയും 2 പകലും ഗോവയില് താമസവും ഭക്ഷണമൊക്കെ ഫ്രീ ആണ്. വലിയ ഷോ ഒന്നും കാണിക്കാതെ കിട്ടുന്നത് വാങ്ങി തിന്ന് മിണ്ടാതിരുന്നോ. സമൂസ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങോട്ടും പോവില്ല. ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങും ഈ പ്ലെയിനിൽ നിന്ന്. സമോസ കിട്ടുമെങ്കിൽ എനിക്കും കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഓ മൈ ഗോഡ്, ഇത് നജബ്ഘട്ടിലെ രാജാവാണല്ലോ. സർ സർ, ആൽഫ 1 സീറ്റിൽ നജബ്ഘട്ടിലെ രാജാവാണ്. അദ്ദേഹം പറഞ്ഞത് സമൂസ കഴിക്കാൻ കിട്ടിയില്ലെങ്കിൽ എയർലൈൻ പൂട്ടിക്കുമെന്നാണ്. രാജവംശോ, അവരൊക്കെ വലിയ ആൾക്കാരാണല്ലോ ദൈവമേ. ആൽഫ ടു ചാർലി, ചാർലി ടു ആൽഫ. ഐ നീഡ് സമൂസ, ലോട്ട്സ് ഓഫ് സമൂസ. നല്ല ചൂടുള്ള സമൂസകൾ പെട്ടെന്ന് വേണം. പറ്റുന്ന അത്രയും എത്രയും വേഗം എത്തിക്കുക. ചൂടുള്ള സമൂസകൾ എത്തിക്കുക. താങ്ക്സ് ഫോർ ഫാസ്റ്റ് ഡെലിവറി. വെയിറ്റ് ചെയ്യൂ, ഞാൻ ഉടനെ വരാം. സർ, ഇത് കഴിക്കൂ. അങ്ങേക്ക് വേണ്ടി ചൂടുള്ള സമൂസ. ഓ താങ്ക് യു, താങ്ക് യു. എന്തിനാ ഈ കത്തിയും സ്പൂണും ഒക്കെ? ഇതൊക്കെ എടുത്തോണ്ട് പോ നിങ്ങള്. ഈ പ്ലേറ്റും എടുത്ത് മാറ്റ്. എന്നിട്ട് ആ ട്രേ ഇങ്ങോട്ട് വെക്ക്. എക്സ്ക്യൂസ് മീ, ഒരു സമോസ എനിക്കും കൂടി തരാമോ? അവിടെ പോയിരിക്കൂ പ്ലീസ്. നോക്കൂ, ഇപ്പൊ രാജാവ് കഴിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പ്ലെയിൻ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. ഈ പ്ലെയിനിൽ ഒരു ബോംബുണ്ട്. അതിന്റെ റിമോട്ട് എന്റെ കയ്യിലാണ്. നിങ്ങൾക്ക് എന്താ കണ്ടൂടെ രാജാവ് ഭക്ഷണം കഴിക്കുന്നത്? അവിടെ എങ്ങാനും ഇരിക്കും. ഞാൻ ഈ പ്ലെയിൻ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? നിനക്കെന്താ പറഞ്ഞത് കേട്ടൂടെ? പറഞ്ഞതല്ലേ അവിടെ പോയിരിക്കാൻ. രാജാവ് ഒന്ന് കഴിച്ചു കഴിഞ്ഞോട്ടെ, പിന്നെ നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോ. എക്സ്ക്യൂസ് മീ, എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇയാളെ അനുസരിക്കുന്നതാണ് നല്ലതെന്ന്. അയാളല്ല രാജാവ്, ഞാനാണ്. അപ്പൊ ഇയാളാരാ? അവൻ ആരെങ്കിലും ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് നിങ്ങളെന്താ മൈൻഡ് ചെയ്യാത്തത്? ഞാനിവിടെ പിക്നിക്കിന് വന്നൊന്നുമല്ല, ഞാൻ ടെററിസ്റ്റ് ആണ്. ഈ പ്ലെയിൻ ഞാൻ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. മോട്ടോ, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ. എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ എന്തെങ്കിലും ചെയ്യും. ഐഡിയ. അവന്റെ കയ്യിൽ നിന്ന് റിമോട്ട് മേടിച്ചിട്ട് ഓടിക്കോ. രക്ഷിക്കണേ, രക്ഷിക്കണേ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. ഇതെന്റെ കൂട്ടുകാരൻ പത്ലു. നൈസ് മീറ്റിംഗ് യു. നിന്റെ ഷെയ്ക്കാൻ വാങ്ങിക്കാന്നല്ല ഞാൻ വന്നേ. എന്റെ റിമോട്ട് കാണാ. ആ റിമോട്ടിൽ ഒരു മാഗ്നറ്റ് ഉണ്ട്. നിങ്ങളത് എങ്ങോട്ടൊക്കെ എറിഞ്ഞെന്ന് പറഞ്ഞാലും അത് തിരിച്ചു വന്ന് ആ പ്ലെയിനിൽ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കും. ആ റിമോട്ട് മര്യാദയ്ക്ക് എന്റെ കൈത്താ. അതിലുള്ള ചുമന്ന ബട്ടനെ കാണും അമർത്തിയാൽ ഈ പ്ലെയിൻ മൊത്തം പൊട്ടിത്തകരും. ഏത് ചുമന്ന ബട്ടൺ? ഇതാണോ? ഈ മ്യൂസിക് വളരെ നന്നായിട്ടുണ്ട്. നീ ഇപ്പോഴും ഈ പാട്ട് കേട്ടോണ്ടിരിക്കുവാണോ? അതിലെ ആ സ്വിച്ച് ഓഫ് ചെയ്യ്, അല്ലെങ്കിൽ ഈ പ്ലെയിൻ പൊട്ടിത്തെറിക്കും. മര്യാദയ്ക്ക് ആ റിമോട്ടിന്റെ കൈത്ത.
മോട്ടു പ്ലെയിനിൽ നിന്ന് കൈ വിടരുത്. പത്ലു, എനിക്ക് അങ്ങനത്തെ യാതൊരു ചിന്തയുമില്ല. മുകളിലുള്ളവനെ എന്തെങ്കിലും ചെയ്യൂ. സോറി ടെററിസ്റ്റ് സഹോദര, എനിക്കിപ്പോ ഷെയ്ക്കാൻ തരാൻ പറ്റില്ല. അങ്ങനെ തരാൻ ശ്രമിച്ചാൽ ഞങ്ങളെ രണ്ടുപേരും താഴെ പോകും. ഞാൻ ഷൈക്കാൻ തരാനൊന്നും അല്ല വന്നേ, ഞാൻ രക്ഷിക്കാൻ വന്നതാ. എന്റെ റിമോട്ട് താടാ. താങ്ക് യു ചേട്ടാ. താങ്ക് യു വല്യേട്ടാ. എന്ത് താങ്ക് യു? പ്ലെയിൻ ഞാനാണ് ഹൈജാക്ക് ചെയ്തത്. എന്നിട്ടിപ്പോ നീ എന്നെ പേടിപ്പിക്കുന്നു. റിമോട്ട് മര്യാദക്ക് തിരിച്ചു തന്നു, അല്ലെങ്കിൽ ഒരു മിനിറ്റ്, ആദ്യം പറ ബോംബ് എവിടെ ഇരിക്കുന്നെന്ന്. എനിക്ക് ബോംബ് ഉണ്ടോ ഇല്ലെന്ന് അറിയണമല്ലോ. ഞാൻ പറയുന്നതൊക്കെ എന്താണ് ആരും സീരിയസ് ആയിട്ട് എടുക്കാത്തത്? ബാ എന്റെ കൂടെ. ഐഡിയ. സാറേ, ഇതാ ബോംബ്, പുറത്തേക്ക് കളഞ്ഞേക്ക്. ബോംബോ? എന്താ പറയുന്നത്? പൊളിച്ചേ, ബോംബ് പോയേ, നമ്മളെ രക്ഷപ്പെട്ടു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, പൈലറ്റിന്റെ ബോധം പോയി. ഇപ്പൊ പ്ലെയിൻ ഓടിക്കാൻ ആരുമില്ല. ഇല്ലില്ല, എന്നെ രക്ഷിക്കൂ. ഹെൽപ്പ് മീ. എനിക്ക് ഇപ്പോഴേ മേലോട്ട് പോകാൻ താല്പര്യമില്ല. എന്നെ രക്ഷിക്കൂ. എടോ, നീയല്ലേ പ്ലെയിനിനുള്ളിൽ ബോംബ് വെച്ചവൻ? എന്റെ ബോംബ് വെച്ചില്ലേ പ്ലെയിൻ പറക്കില്ലായിരുന്നോ? ആ ബോംബ് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, റിമോട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഞാൻ മാത്രമേ ഒറിജിനൽ ഉള്ളൂ. ആരെങ്കിലും ഈ പ്ലെയിൻ ഒന്ന് പറപ്പിക്കൂ, രക്ഷിക്കൂ പ്ലീസ് മമ്മി. മോട്ടു, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഈ ടെററിസ്റ്റ് കാണാൻ മാത്രമേ ഭീകരനെ പോലുള്ള ആള് ലോല ഹൃദയനാ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കൂ. ഐഡിയ. ഓർമ്മയുണ്ടോ നിനക്ക്, നമ്മൾ ഒരു ദിവസം ഡോക്ടർ ജഡ്കോയുടെ പ്ലെയിൻ ഓടിച്ചത്? വാ, ഇത് നമുക്ക് പറപ്പിക്കാം. എന്തിനാണ് നീയൊക്കെ മേലോട്ട് പോകുന്നത്? ഇത് അങ്ങ് മേലോട്ട് പോകാനുള്ള വഴിയാ. താഴോട്ട് പോടാ, താഴോട്ട് പോവാൻ, താഴോട്ട് പോടാ. ഹെൽപ്പ് മീ. നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? താഴെ കടലാണ്. ഈ പോക്കും അങ്ങ് മേലോട്ട് പോകാനുള്ള പോക്കാ പോകുന്നത്. എന്നെ രക്ഷിക്ക്. ഇനി നീ ജീവിതത്തിൽ പ്ലെയിൻ ഹൈജാക്ക് ചെയ്യാൻ ഇറങ്ങോ? സോറി, ഇനി ഒരിക്കലും ചെയ്യൂല. ഈ ഒരു തവണ രക്ഷിക്ക് പ്ലീസ്. ഇനി നോക്കിക്കോ ഞാൻ ഈ പ്ലെയിൻ എങ്ങനെയാണ് പറപ്പിക്കുന്നതെന്ന്. മോട്ടു, ഇനി സൂക്ഷിക്ക്. ഇപ്പൊ കുറച്ച് പതുക്കെ പോ. പെട്ടെന്ന് എങ്ങനെ ഇത്രയും ശാന്തത ഉണ്ടാകുന്നേ? എന്തോ പ്രശ്നം ഉണ്ടല്ലോ. ഇത് കൊടുങ്കാറ്റ് വരുന്നതിന് മുമ്പുള്ള ശാന്തതയാണ്. പ്ലെയിനിന്റെ 2 എഞ്ചിനും പ്രവർത്തനരഹിതമായിരിക്കുക. എന്ത്? അതുകൊണ്ടെന്താ, പ്ലെയിൻ നേരെ പറക്കുന്നുണ്ടല്ലോ. പോയെ നിന്നോടാ പറയുന്നത്, വഴിന്ന് മാറ്. ആ പ്രാവിനെ വിട്ടിട്ട് നീ മര്യാദക്ക് പ്ലെയിൻ ഒന്ന് കൺട്രോൾ ചെയ്യേ. താങ്ക് യു. ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം ബോസ്. എന്റെ ഹീറോ, എന്റെ സ്റ്റാർ. Why fear when Chingam is here? ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible, highly impossible. എന്റെ അമ്മോ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്ലെയിൻ കാണുന്നത്. ഹൈജാക്ക് ചെയ്ത് പ്ലെയിൻ ക്രാഷ് ആയിട്ട് പോലും ജനങ്ങൾ പിക്നിക് പോലെ ആഘോഷിക്കുകയാണല്ലോ. എന്ത് പറയാനാ ചിക്കും സാറേ, വെറും വയറ്റിൽ എപ്പോഴും എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലല്ലോ. അതുകൊണ്ട് എന്നെ വിശപ്പ് മാറ്റാനുള്ള വഴി നോക്കുക ഇവരൊക്കെ.